നിസ്കാരത്തിലേക്ക് നിൽക്കുമ്പം ബാങ്കും ഇഖാമത്തും കൊടുത്ത് നിസ്കരിക്കാം. ആണുങ്ങൾ, പെണ്ണുങ്ങളാണെങ്കിൽ ഇഖാമത്ത് മാത്രം കൊടുക്കുക. അതും പഠിച്ചു കൊടുക്കണം. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്നാണ്. അങ്ങനെയൊന്നും പറഞ്ഞാൽ ബാങ്കാവൂല. ബാങ്കിന് അതിൻ്റെ ഒരു രീതിയുണ്ട്, ഇഖാമത്തിന് അതിൻ്റെ ഒരു രീതിയുണ്ട്. അധിക പള്ളിയിൽ നിന്നും ഇഖാമത്ത് തെറ്റിച്ചാ കൊടുക്കുക. ഇഖാമത്ത് രണ്ട് കലിമത്ത് കൂട്ടിയല്ലേ പറയേണ്ടത്. ഹയ്യാലസ്സല ഹയ്യാലസ്സല ഹയ്യാൽ ഫല ഹയ്യാൽ ഫല ഖദ്ഖാമത്തുസ്സല ഖദ്ഖാമുസ്സല ഇതല്ലേ ഇപ്പം നമ്മൾ കേൾക്കണ ഇഖാമത്ത്. അത് ഇഖാമത്താവൂല. ഹയ്യാലസ്സലാത്തി ഹയ്യ അലൽ ഫലാഹ് ഖദ് ഖാമത്തിസ്സലാത്തു ഖദ് ഖാമത്തിസ്സലാഹ് അങ്ങനെ പറയാം. ബാങ്കു ഇഖാമത്തും കൊടുക്കുക. ബാങ്കു ഇഖാമത്തും കേട്ടാൽ പിശാച് വിരണ്ടോടുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ജമാഅത്തിലും ആ നിസ്കാരത്തിലും ശൈത്താന്റെ ശർറ് കുറയും, മനസാന്നിധ്യം ഉണ്ടാവും. മൂന്നാമത്തെ കർമ്മ ഏതാണ്? നിസ്കാരത്തിലേക്ക് നിൽക്കുന്ന സമയത്ത് നമ്മളെ കൽബിൽ ഒരു ചിന്ത കൊണ്ടുവരിക, ഒരു പക്ഷേ ഇതെന്റെ ജീവിതത്തിലെ അവസാനത്തെ നിസ്കാരമായേക്കാം. നമുക്കാർക്കും ഗ്യാരണ്ടി ഇല്ലല്ലോ. അതുകൊണ്ട് ഓരോ വക്തില് നിസ്കരിക്കാൻ നിൽക്കുമ്പോഴും അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചു, ഇദാ സ്വല്ലൈത ഫസ്വല്ലി സ്വലാത്ത മുവദ്ദിഇൻ. നീ എപ്പോൾ നിസ്കരിക്കുകയാണെങ്കിലും ഈ ദുന്യാവിനോട് വിട ചോദിക്കുന്നവന്റെ മനോഭാവത്തോടെ നിസ്കരിക്കുക.